ഇതാണ് തുടക്കം. ഇതൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ആ സിനിമയിൽ പറഞ്ഞത് ഈ തുടക്കം അങ്ങനെ കണ്ടിന്യൂ കൊണ്ടുപോകാൻ പറ്റും. അതെ അതെ, പടം ഇഷ്ടമായി. ഇഷ്ടമായി വെച്ചാൽ എന്താ പറയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ സാധാരണ സിനിമകളൊക്കെ പോലെ തള്ളി 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 ഇത് കൊണ്ട് മറിച്ചിടുമെന്ന് ഇത് ഫസ്റ്റ് കേട്ടപ്പോൾ ആവറേജ് റിവ്യൂ നമുക്ക് ഫീൽ ചെയ്ത്. പൊതുവെ റിവ്യൂ പല ആളുകളും പറഞ്ഞപ്പോൾ ആവറേജ് റിവ്യൂ പോലെ ഫീൽ ചെയ്ത്. പക്ഷെ കണ്ടപ്പോ ആവറേജ് അല്ല, എബോവ് ആവറേജ്. ഡൗട്ട് അത് തീർച്ചയായിട്ടും എബോവ് ആവറേജ് നിൽക്കുന്ന പടം തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി പടം. കാരണം ഒന്നാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ വിസ്മയ മോഹൻലാലിന്റെ പിക്ചറില് ഏതൊരു ഫോട്ടോയിൽ കണ്ട് മാത്രം പരിചയമില്ല. അത് മെയിനിലതാണ്. അധികം പുറത്തേക്ക് കാണാത്ത വ്യക്തിയാണ്. അതെ അതെ. ഈ മോഹൻലാലിന്റെ മകളാണെങ്കിൽ കൂടി നമ്മള് നാലാളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പൊതുവേദിയിലോ ഒന്നും പ്രത്യക്ഷപ്പെടാത്ത വ്യക്തിയാണ്. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷനോടെയാണ് പണം കാണാൻ പോകുന്നത്. അതെ അതെ. പക്ഷെ തീർത്തും തകിടം മറിച്ചു. സത്യം പറയാം, പടം ആ ക്ലൈമാക്സ് വരെ. പക്ഷെ അല്ലെ എടുത്തു പറയേണ്ടത് മറ്റേ ഇവന്റെ എന്താ പേര്, അമേസിംഗ് മകൻ. അവന് ഒരു കാര്യം ശ്രദ്ധിച്ചു, അവന് ഡയലോഗ് വളരെ ഡയലോഗ് മാത്രമേ ആകെയുള്ളൂ. അതെ അതെ. പക്ഷെ ആ ഡയലോഗിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന അവിടെ എക്സ്പ്രഷൻ, അഭിനയം. അതെ. അത് തീർച്ചയായും ഒരു കാര്യം വരുന്ന മലയാള സിനിമകളിൽ തുടർച്ചയായി കണ്ടേക്കാവുന്ന ഒരു മുഖം കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മള് സിനിമയ്ക്കൊരു മുതൽക്കൂട്ടനെ ഇരിക്കുന്നത്. കാരണം എന്താ പറയാ, ഒരു വില്ലൻ വേഷം എന്ന് പറഞ്ഞാല് നമുക്കിന് എന്തൊരു വൈകാരികമായിട്ട് അറപ്പും വെറുപ്പും കൈ കിട്ടി അപ്പൊന്ന് പൊട്ടിക്കും, അങ്ങനെ ദേഷ്യം തോന്നിയ ഒരു കഥാപാത്രം. പിന്നെ ഓവറോൾ പറഞ്ഞാല് കഥയെ കുറിച്ച് പറഞ്ഞാല് എന്താ പറയാ, നല്ലൊരു പ്രമേയം, നമ്മുടെ ഇന്നത്തെ ഒരു ആനുകാലിക പ്രസക്തിയുള്ള പ്രമേയം, അത് വളരെ നല്ല രീതിയിൽ അല്ലെ ജൂഡ് ആന്റണി ജോസഫ് അദ്ദേഹത്തിന്റെ കഴിവ് പരമാവധി എടുത്തുകൊണ്ട് ആൾക്ക് ഭയങ്കര റിസ്ക് ആണിത്. വലിയ ഉത്തരവാദിത്തമാണ്. അതെ, ഇതുവരെ മുഖം കാണിച്ചിട്ടില്ല, ആദ്യത്തെ പടമാണ്. അതെ, മോഹൻലാൽ എന്ന വലിയൊരു ബ്രാൻഡ്. അതെ അതെ അതെ. സന്തോഷം കൊണ്ടേ എന്താ പറയണ്ട അറിയില്ല. മറ്റേ വിസ്മയ മോഹൻലാൽ ഇന്റർവ്യൂവിൽ പറഞ്ഞ മാതിരി ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞ മാതിരി വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ കാണാൻ പോണത്. പക്ഷെ അത് ഇതിന് പ്ലസ് പോയിന്റ് ആണ്. അതായത് ബാക്കിയുള്ള പടങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ ഹൈപ്പിൽ വന്ന പടമല്ല. പുലിക്ക് പറഞ്ഞത് ഒരിക്കലും അതെ 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 വലിയ ഹൈപ്പിൽ വന്ന പടമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ടേഷനൊക്കെ മേലെ എത്തി സംഭവം. എനിക്ക് വിസ്മയില് പറ്റാത്തൊരു കാര്യം മാത്രം തോന്നിയത്, ആ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പാവം മുഖം മാത്രം മുഖത്ത് വരും. ശരിക്കും ഫൈറ്റ് ചെയ്യുന്ന ഒരാളെ മുഖത്ത് ആ ഒരു വീര്യം ശരിക്കും അതിന് എനിക്ക് അതൊഴികെ ബാക്കിയൊക്കെ റീസൺ ചിലപ്പോ അതായിരിക്കാം. ഫസ്റ്റ് പടമാണ് എന്നുള്ളൊരു ആ ഒരു സംഭവം ഉണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് പടം അങ്ങനെ പറയാൻ പറ്റില്ല. അഭിനേതാവ് എന്നുള്ള നിലയില് ശരിയാണ്, അതായത് കറക്റ്റാണ്. അവളുടെ ചില ഭാഗങ്ങളിൽ അവളുടെ ഒരു എക്സ്പ്രഷൻ നമുക്ക് എന്താ പറയാ നെഗറ്റീവായിട്ട് പറയുന്നതല്ല, പക്ഷെ ഒരു നമ്മളെ ഉദ്ദേശിച്ച അതിനോട് സെന്റിമെന്റ്സ് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ സെന്റിമെന്റ്സിന് വല്ലാണ്ട് അങ്ങോട്ട് ഉൾക്കൊണ്ടൊന്നും ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക്. എന്റെ അഭിപ്രായം പറയണ്ടോ ഓർമ്മ അല്ല, അങ്ങനെ തന്നെയാണ്, എനിക്കും അങ്ങനെ തന്നെയാണ് അത് ഫീൽ ചെയ്തത്. ബാക്കി ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു വിഷ്വലി സൗണ്ട് എഫക്ട് ജൂഡ് ശരിക്കും അറിഞ്ഞു പണിയെടുത്താണ്. അത് പേടിന്റെ ഭാഗം കൂടിയാണ്. അതായത് മോഹൻലാലിന്റെ മാനിനെ വരുമ്പോ അവര് തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ആ സ്റ്റാറ്റസിനെ കോട്ടം തട്ടാണ്ടത് മുന്നോട്ട് കൊണ്ടുപോകണം. വൃത്തിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത് കൊണ്ടുപോയിട്ടുണ്ട്. അതെ, അല്ല പടം ക്ലാസ് ആണ് വിജയിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം കുറെ ഈ ഇന്റർവ്യൂവിന്റെ കടിയിൽ കുറെ നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് നെഗറ്റീവ് റിവ്യൂ. അതൊക്കെ പൊളിച്ചടിക്കും. ഇനിയിപ്പോ ആർക്കും ഒരു മുന്നോട്ടം ഉണ്ടാവില്ല. അതായത് കുറ്റം പറയാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നവർക്ക് ഉണ്ടാവും. പക്ഷെ ഒരു സിനിമ പോയി കാണുകയാണെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും ഈ പടം എന്ന് പറഞ്ഞത് തിയേറ്ററിൽ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട പടമാണ്. തിയേറ്റർ എഫക്റ്റ് ഉള്ള പടമാണ്, തിയേറ്റർ തന്നെ കാണണം. OTT ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം ആ പടം. കാരണം അത് അത്ര എഫേർട്ട് ഉണ്ടായില്ല. തിയേറ്റർ കണ്ടില്ലെങ്കിൽ മക്കളെ അതൊരു വലിയ നഷ്ടം കൂടിയാണ്.